ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ശുദ്ധീകരണ ആത്മാക്കൾ. നമ്മുടെ സ്വന്തം സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, സഹോദരി സഹോദരങ്ങളാകാം, പ്രിയപ്പെട്ടവരാകാം, ഉറ്റവരാകാം, ഉടയവരാകാം, ബന്ധുമിത്രങ്ങളാകാം, ഉപകാരികളാകാം, സ്നേഹിതരാകാം. നമ്മളവരെ ഓർക്കാറുണ്ടോ? എന്നും സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അവർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കാറുണ്ടോ? അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിച്ച് നമ്മൾ യാചിക്കാറുണ്ടോ? എന്റെ സഹോദരങ്ങളെ, നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മൾ എന്തുമാത്രം അവരെ അവഗണിച്ച് കളയുന്നു. ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നത് ശുദ്ധീകരണാത്മാക്കളാണ്. രണ്ടാമത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് വലിയ അനീതിയല്ലേ പ്രിയപ്പെട്ടവരെ? അത് വലിയ അനീതിയല്ലേ? നന്നായി വിശക്കുന്നൊരു വ്യക്തിക്ക് നമുക്ക് ആ വ്യക്തിക്ക് ആഹാരം കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ആ വ്യക്തിയുടെ വിശപ്പകറ്റാതെ കാണാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന വലിയ അനീതിയും ക്രൂരതയുമാണ്. നമ്മൾ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ നന്മയാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു ശുദ്ധീകരണ ആത്മാവിനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വലിയ നന്മയാണ് സഹോദരങ്ങളെ. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണത്. ഏറ്റവും വലിയ നന്മ. ഞാനത് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലെ വളർത്തുന്ന ഏതെങ്കിലും ഒരു മൃഗം, ചില പശുവാകാം, അല്ലെങ്കിൽ ആടാകാം, മറ്റേതെങ്കിലും വളർത്തു മൃഗങ്ങളാകാം, ഒരു കുഴിയിലും മറ്റെന്തെങ്കിലും വീണുപോയാൽ അതിൽ നിന്ന് കരകയറ്റുവാൻ നമ്മൾ കഷ്ടപ്പെടും, നമ്മൾ പരിശ്രമിക്കും. എന്ത് ത്യാഗം എടുത്ത് നമ്മൾ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി നമ്മൾ ആ മൃഗത്തെ ആ കുഴിയിൽ നിന്ന് കയറ്റും. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന, അതികഠോരമായ വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, യാതനകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിലവിളിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളോട് ദയ കാണിക്കണമേ. ഓരോ ശുദ്ധീകരണ ആത്മാവും വേദനയോടെ നമ്മെ നോക്കി, ഈ സമരസഭയിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി നിലവിളിക്കുക, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകള്, നിങ്ങളുടെ സഹനങ്ങള്, നിങ്ങളുടെ കണ്ണുനീരുകള് ഞങ്ങൾക്ക് നൽകണമേ. ഈ യാതനയുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ശുദ്ധീകരണ ആത്മാക്കൾ നിലവിളിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നിലവിളി ഞാനും നിങ്ങളും കേൾക്കാതെ പോകരുത്.